പ്രിയമുള്ളവരെ, ഞാൻ കുഞ്ഞുട്ടി കരുവാരകുണ്ട്. മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് കേരള എന്ന പ്രദേശത്ത് ഒരു മദ്രസയുണ്ട്. ആ മദ്രസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി സ്ഥലം കൊടുക്കുകയും അതോടൊപ്പം അതിൻ്റെ വർക്ക് നാട്ടിലൊക്കെ പിരിവ് നടത്തി വർക്ക് തുടങ്ങുകയും ചെയ്തു. അത് കൊറോണയുടെ മുൻപാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളും തുടങ്ങിയത്. ഇപ്പോൾ ഫില്ലർ വരെ എത്തി വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ ബുദ്ധിമുട്ടോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമ്മുടെ ഉസ്താദ് തന്നെ പറയട്ടെ. നമ്മുടെ ഈ ഗൂഗിൾ പേ നമ്പറിൽ അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറുകളിൽ സഹായിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ സഹായിക്കുക. നമുക്ക് ഉസ്താദ് പറയുന്ന കാര്യങ്ങളിലേക്ക്. കേരള പഴയകടക്കൽ പുതിയ മദ്രസ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഒരു മദ്രസ നിർമ്മാണത്തിലേക്ക് നമ്മൾ എത്തിയത്. നമുക്കറിയാമല്ലോ, പഴയ മദ്രസയാണ്. മദ്രസ പഴയതായതുകൊണ്ടല്ല നിർമ്മാണത്തിലേക്ക് എത്തിയത്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും അതിൻ്റെ അനുകൂല കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ്. വലിയ വീട്ടിൽ നിന്ന് വലിയ സ്കൂളിലേക്കും വലിയ സ്ഥാപനങ്ങളിലേക്കും പഠിക്കുന്ന കുട്ടികൾ ചെറിയ മദ്രസയിൽ വന്ന് ദീൻ പഠിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം മാനസികമായ പ്രയാസമാണ്. അപ്പോൾ ഈ മദ്രസിൻ്റെ പണി ഏകദേശം ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഫില്ലറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതുവരെ സഹായിച്ച ആളുകൾ തന്നെയാണ് നമുക്ക് ഇനിയും സഹായിക്കേണ്ടത്. നാട്ടുകാർ തന്നെയാണ് നമുക്ക് ഈ ദീനി സംരംഭത്തിലേക്ക് സഹായം നൽകേണ്ടത്. വളരെ വിനയത്തോടു കൂടി പറയാണ്, ദീനി സംരംഭമാണ്. മരണത്തിലേക്ക് ശേഷം നമുക്ക് വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു വലിയ സംരംഭമാണ്. അപ്പോൾ ഖബറിലേക്ക് ഒരു പ്രകാശമായിട്ട് ഓരോ ജാരിയായ സ്വതക്കയും നമ്മുടെ ഖബറിലേക്ക് എത്തും. നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും കേട്ടതാണ്. അപ്പോൾ ഈ സംരംഭത്തെ വിജയിപ്പിക്കലും ഈ സംരംഭത്തിന് സഹായം ചെയ്യലും നാട്ടുകാരായ നിങ്ങളാണ്. അപ്പോൾ ഈ നാട്ടുകാരെന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇതിനെ താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അള്ളാഹുവിനെ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളതിലേക്ക് സഹായിക്കണം. ദീനീയ സംരംഭമാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ പെട്ടെന്ന് ഇതൊരു വിജയത്തിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാലം ഇതിൻ്റെ സ്ഥലമടക്കം ഇതിലേക്ക് സഹായം ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ വീഡിയോ കാണുന്ന ദീനീ സംരംഭങ്ങൾക്ക് ഏറെ സഹായകരമാകുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ടാവും. ഏതെങ്കിലും ഒരു സുമനസ് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ബിൽഡിങ് പൂർണ്ണമായിട്ടും നിർമ്മിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. ഏതായാലും നിങ്ങൾ ഇതുവരെ സഹായിച്ച സഹായം ഇനിയും തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സഹായം കൊണ്ടാണ് മലബാർ ജില്ലയിൽ അധിക ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നതും അതിന് നിർമ്മാണത്തിലേക്ക് എത്തിയതും. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് ഇടപെടണമെന്ന് വളരെ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ നാട്ടുകാരെന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇതിനെ താഴെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അള്ളാഹുവിനെ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളതിലേക്ക് സഹായിക്കണം. ദീനീയ സംരംഭമാണ്, കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ പെട്ടെന്ന് ഇതൊരു വിജയത്തിലേക്ക് എത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാലം ഇതിൻ്റെ സ്ഥലമടക്കം ഇതിലേക്ക് സഹായം ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വലിയ വിജയം ലഭിക്കുന്ന മുത്തഖീങ്ങൾ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.